ഓ അതും പോയി. ഇന്ന് പിള്ളേർക്ക് എങ്ങനെ പണി കൊടുക്കുക? A+B² എന്താടാ വെറലൊക്കെ കടിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ ഇന്നലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്രാവശ്യം മാത്സിന് സമയം കിട്ടിയില്ല. ഞാൻ ആൻസർ കീ ഒക്കെ നോക്കുമായിരുന്നു, മൊത്തം തെറ്റാ. ഓ അതാണോ? നിനക്കിപ്പോൾ എത്ര വയസ്സായി? 26. എന്തേ ഇപ്പം നിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഏതാ? ഇത് Redmi 13 Pro അല്ല, ഇതൊക്കെ ഇപ്പം എന്തിനാ? ഓക്കെ, ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നീ 10ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം എന്തൊക്കെ അപ്ഡേറ്റ്സ് നിന്റെ ജീവിതത്തിൽ വന്നു? നിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറി, ഏറ്റവും പുതിയ മൊബൈൽ ഫോണാണ് നീ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അന്നും ഇന്നും നിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വന്ന അപ്ഡേറ്റ് എന്താണ്? അപ്പോഴും നിനക്ക് 10ന്റെ വരെ അറിയാം, ഇപ്പോഴും നിനക്ക് 10ന്റെ വരെ അറിയാം. മാത്സ് എളുപ്പമാക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുവേണ്ടി ഒന്നും ചെയ്യൂല, ഒരു എഫേർട്ടും എടുക്കാൻ തയ്യാറാവില്ല. എന്നിട്ട് എല്ലാ പരീക്ഷയും കഴിയുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് കുറ്റം പറയും. ശരി, ഞാനിനി എന്തോ ചെയ്യണ്ടേ? എൻ്റെ കുഞ്ഞെ, കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം. ആദ്യം നീ 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക, ഒരു 50 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് പഠിക്കുക, ഒരു 30ഓ 25ഓ വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് മനസ്സിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂടും. അത് വളരെ വലിയൊരു കാര്യമാണ്. ഞാനിപ്പോൾ നിനക്കൊരു ടൂള് തന്നിട്ടുണ്ട്. സോ ശരി, ഇതൊക്കെ ചെയ്യാം. ബാക്കിയും കൂടെ പറ. ആദ്യം നീ ഇതൊക്കെ ചെയ്തിട്ട് വാ, എന്നിട്ടല്ലേ ബാക്കി ഞാൻ അപ്പോൾ പറയാം. എന്നാ പഠിച്ചിട്ട് തന്നെ കാര്യം. ആഹാ പോയോ?